മകൾക്കേ വാടക തരണം എന്നുള്ള ചിന്ത ഒന്നുമില്ല. ഇവിടെ എന്താണാവോ? നൂറ, നൂറ, ഇവിടെ ആരും ഇല്ലേ? നൂറ. ആ ഖദീജാത്തനല്ല. ആ ഖദീജാത്ത, നിങ്ങളെന്താ അവിടെ തന്നെ നിക്കണ്? ഇങ്ങോട്ട് കേറിന്നോ? അല്ലേലേ ഇന്റെ പെരയിൽ കേറിയിരിക്കാനേ ഇപ്പൊ നിങ്ങൾ ആരും സമ്മതം എനിക്ക് വേണ്ടല്ല. ഇക്ക് എപ്പോ വേണമെങ്കിലും വരും ചെയ്യ കേറും ചെയ്യാ. ഞാൻ ഇപ്പൊ എന്റെ സൽക്കാരം കൂടാൻ വേണ്ടി വന്നതല്ല. എല്ലാ വാടകന്റെ തീയതിയെ തെറ്റിയത് മറന്നേച്ചി, അത് മനഃപൂർവ്വം തരാതിരിക്കുക. ആരാ അവിടെ വന്നിക്കണത്? പടച്ചോനെ, പെരന്റെ വാടകക്ക് വന്നതാണല്ലോ. ഞാനാണെ നൂറിനോട് പറയാനും മറന്നിരുന്നു 2 പ്രാവശ്യം ഒന്ന് പോയിക്കണെന്നുള്ളത്. ഇല്ലാത്തൊരു മലക്കം. മറന്നതല്ലത്ത ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുന്ന് തരാന്ന് കരുതി. ഇപ്പൊ കയ്യിൽ പൈസ ഇല്ല, കുറച്ച് ടൈറ്റായിന്ന്. 2 ദിവസം കഴിഞ്ഞിട്ടോ എൻ്റെ ഉപ്പാക്ക് പെര ഞാൻ വാടകക്ക് കൊടുത്തതേ മാസാമാസേ കൃത്യമായിട്ട് വാടക തരാന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്. എന്നിട്ട് ഇപ്പൊ മക്കളായ നിങ്ങൾ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട്. ഇത് ദിവസം രാവിലെ പണിക്ക് പോകണ്ടല്ല, അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ആ പൈസ ഒക്കെ എവിടെ കൂട്ടിയേക്കണത്? വാടക തരാനാണ് നമുക്ക് പറ്റാത്തല്ലേ? അല്ല, അയാളും പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ മരിക്കണ വരെ അയാൾക്ക് പറ്റണ മാരിക്കേ അയാൾ കൃത്യസമയത്ത് വാടക തന്നീന്ന്. ഇതിപ്പോ ഇമ്മാക്കും മക്കൾക്കും ഞാൻ ഓസിക്ക് തന്ന മാരിക്കാണ് ഉമ്മാൻ്റെ മക്കളെയും കാട്ടിക്കൂട്ടല്. ഇത്ത, ഞാൻ വൈകുന്നേരം ആകുമ്പോത്തിന് കൊടുന്ന് തരാം വാടക. ഇത്താക്ക് അറിയണ തന്നെയല്ലേ റിനുവിന്റെ അസുഖത്തിന്റെ കാര്യം. അവളെ മിനിയാന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇതേമാതിരി അസുഖം കൂടിയപ്പോൾ അധികം വൈലൻ്റായി. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന പൈസ ഒക്കെ അങ്ങനെ ചിലവായി. ഞാൻ എങ്ങനെയായാലും വൈകുന്നേരം കൊടുന്നു തരാം. വൈകുന്നേരം ഉണ്ടല്ല, എനിക്ക് പൈസ കൊടുന്നു തന്നില്ലാന്നുണ്ടെങ്കിലേ ഞാൻ ഒരു വരവും കൂടി ആണ്ട് വരും. ഇപ്പൊ ക്ഷമിച്ച പോലെ ഞാൻ അപ്പൊ ക്ഷമിച്ചിന്ന് വരൂല. ഇതേപോലെ ആയിരിക്കില്ല ഞങ്ങളോട് സംസാരിക്കല്. പറഞ്ഞില്ലാന്ന് വേണ്ട. വൈകുന്നേരം ആകുമ്പോഴത്തേന് നിന്റെ കയ്യിൽ പൈസ കൊടുന്നു തന്നാണ്ടി നൂറ. ഇല്ലത്ത, ഞാൻ എങ്ങനെയായാലും വൈകുന്നേരം കൊടുന്നു തരാം പൈസ. നിങ്ങളിപ്പോ ചെല്ലി. ഓരോ തരികടിയും പറഞ്ഞ് നടക്കുകയാണ് നീ മകളും കൂടി വാടകയും തരാതെ. മോളെ, വൈകുന്നേരം ആകുമ്പോഴത്തേന് എവിടുന്ന നമുക്ക് പൈസ കിട്ടുക?